ഇൻവെസ്റ്റ്മെൻറ്റ് ലോ എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുതന്നെ സെക്യൂരിറ്റീസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് കാണുന്നത്. ഇത് അത്ര എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. കുറച്ച് ടെക്നിക്കലായിട്ട് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ആണ് ഈ സബ്ജക്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ക്ലാസ് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ബേസിക് തൊട്ട് അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരെ മനസ്സിലാവത്തക്ക രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോ വളരെ അടിസ്ഥാനപരമായ കാര്യം തൊട്ട് കുറച്ച് വിശദമായി മനസ്സിലാവത്തക്ക രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ചില കൺസെപ്റ്റുകൾ ആദ്യം തന്നെ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ എന്നുള്ളൊരു സബ്ജക്റ്റ് പഠിക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ഒരു ജനറലായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കുക, അതാണ് ആദ്യത്തെ പർപ്പസ്. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ആരെങ്കിലും ചോദിച്ചാൽ അവിടെ കൊടുക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക, അതാണ് രണ്ടാമത്തെ ഒരു ഡിസിഷൻ. മൂന്നാമതുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ബ്രോഡറായിട്ടുള്ളൊരു ഔട്ട്ലുക്ക്, അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഒരു നേച്ചർ എന്താണ്, അതേപോലെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അറിയണം, സെക്യൂരിറ്റികൾ എന്താണെന്ന് അറിയണം. അപ്പം അതിനെപ്പറ്റി ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ നിങ്ങളോട് ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആംഗിളിനെ പറ്റി ആലോചിക്കണം. അവർക്ക് കൃത്യമായിട്ടൊരു അഡ്വൈസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയും വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ കേസുകളാണ് സാധാരണ വരുന്നത്. ഒരു കമ്പനി ലോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കമ്പനി ലോയുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ. എന്നാൽ കമ്പനി ലോയ്ക്ക് പുറമേ ഉള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് താനും. അപ്പം അങ്ങനെയുള്ള പൊതുവേ ഈ വലിയ വലിയ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇതിനകത്തുണ്ടാവാം. അതല്ലാതെ ചെറിയ ചെറിയ സൈബർ തട്ടിപ്പുകൾ പോലെയുള്ള കാര്യങ്ങൾ പോലും ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു കോർപ്പറേഷൻ്റെ ലെവലിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ലെവലിൽ നിൽക്കുന്നതായ കാര്യങ്ങൾ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ ആംഗിൾ നോക്കിയാൽ ഒരു സൈബർ ക്രൈം പോലെയുള്ള കാര്യങ്ങളും പ്രത്യേകിച്ചും ഈ ട്രേഡിംഗ് സ്കാം പോലെയുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ഈ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് ആലോചിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു അർത്ഥത്തിൽ തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കൺസെപ്റ്റുകളിലേക്ക് കയറിയിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. അപ്പം ആദ്യത്തെ ഒരു ക്ലാസ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് പോലെ തന്നെ ഒരു ഓവർവ്യൂ ആയിരിക്കും. ഈ സിലബസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതായിരിക്കും ആദ്യത്തെ ക്ലാസ്. അതിനുശേഷം ഓരോരോ മൊഡ്യൂളുകളായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പുറകെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ പ്രീമിയം കോഴ്സിൻ്റെ പാർട്ടായിട്ടായിരിക്കും. ആദ്യത്തെ ഓവർവ്യൂ ക്ലാസ് ഒരു ഫ്രീ ക്ലാസ് ആയിട്ട് തന്നെ യൂട്യൂബിൽ ലഭ്യമാകുന്നതായിരിക്കും. നമുക്കിതിനകത്ത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റുകൾ എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് പ്രധാനമായി നമുക്ക് ആദ്യം ഒരു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള എക്കണോമിക്സിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആദ്യത്തെ കൺസെപ്റ്റ്. അതിനുശേഷം നമുക്ക് ക്യാപിറ്റൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. ക്യാപിറ്റൽ മനസ്സിലാക്കിയാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളൊരു ആംഗിളിൽ കൂടെ ആലോചിക്കണം. അതിനുശേഷം സെക്യൂരിറ്റീസ് എന്താണെന്ന് കാണണം. ഇതിനുശേഷം നമ്മൾ ആ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ഒരു ആംഗിള് മനസ്സിലാക്കുകയും, ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള 2 കാര്യങ്ങളാണ് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. ഇപ്പോൾ മണി മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, ഇതാണ് നമ്മുടെ ഒരു ബ്രോഡായിട്ടുള്ളൊരു അപ്രോച്ച്. പിന്നെ ഇതിനകത്ത് പ്രധാനമായും 3 നിയമങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ആ 3 നിയമങ്ങൾ എന്താണെന്ന് നമ്മൾ തുടർന്ന് വരുന്ന സ്ലൈഡുകളിൽ കാണും. ആ 3 നിയമങ്ങൾ എന്താണ്, ആ 3 നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതോറിറ്റീസ് എന്താണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് എന്നുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. അപ്പം പ്രൊഡക്ഷൻ എന്നുള്ളൊരു ആംഗിളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനമാണ്, അല്ലേ? അത് ഗുഡ്സിൻ്റെ ഉൽപ്പാദനമാവാം, സർവീസിൻ്റെ ഉൽപ്പാദനമാവാം. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആവാം, പ്രൊഡക്ഷൻ ഓഫ് സർവീസസ് ആവാം. അപ്പോൾ ഇത് എക്കണോമിക്സിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഏതൊരു രാജ്യത്തിനും വളർച്ച വേണമെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവണം, അവിടെ ഉൽപ്പാദനം ഉണ്ടാവും.
അവിടെ അരി ഉണ്ടാവണം, ഗോതമ്പുണ്ടാവണം, ഇലക്ട്രിസിറ്റി ഉണ്ടാവണം, റോഡ് ഉണ്ടാവണം, കമ്പനികൾ ഉണ്ടാവണം, കടകൾ ഉണ്ടാവണം, അവിടെ ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉണ്ടാവണം, വക്കീലന്മാരുടെ സേവനങ്ങൾ ഉണ്ടാവണം, ചാർട്ടർ അക്കൗണ്ടന്റുമാരുടെ സേവനങ്ങൾ ഉണ്ടാവണം, സയൻറ്റിസ്റ്റുകളുടെ സേവനങ്ങൾ ഉണ്ടാവണം, എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ ഉണ്ടാവണം. അപ്പം പലതരത്തിലുള്ള ഗുഡ്സിൻ്റെ ആവശ്യമുണ്ട്, പലതരത്തിലുള്ള സർവീസുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ഒരു ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഘടകം. അപ്പോൾ പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും എക്കണോമിയിൽ നടന്നിരിക്കണം, എങ്കിലേ എല്ലാവരുടെയും പട്ടിണി മാറുള്ളൂ, എല്ലാവർക്കും ജോലി കിട്ടുകയുള്ളൂ, നാട്ടിൽ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ. അപ്പം അതാണ് എക്കണോമിക്സിൻ്റെ കീ കൺസെപ്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ സംഭവിക്കണമെങ്കിൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത് 4 കാര്യങ്ങൾ ഒന്നിച്ച് ചേരണമെന്നാണ് പറയുന്നത്. അതിനെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ എന്നുള്ളതാണ്. ഇതാണ് 4 കാര്യങ്ങൾ. അതായത് അവിടെ ലാൻഡ് വേണം, അവിടെ ലേബർ വേണം, അവിടെ ക്യാപിറ്റൽ വേണം, ഓൺട്രപ്രണർ വേണം. ഇപ്പോൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാച്ചുറൽ റിസോഴ്സസ് പോലെയുള്ള കാര്യങ്ങൾ. അവിടെ അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം രാമു എന്ന് പറയുന്ന വ്യക്തി ഒരു ഫാക്ടറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. രാമുവിന് ഇപ്പോഴത്തെ രീതിയിൽ രാമു ഒരു സാധാരണക്കാരനായ ആളാണ്. പക്ഷേ രാമുവിന് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണമെന്നും അങ്ങനെ തുടർച്ചയായിട്ടുള്ള വരുമാനം ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാമു എന്ന് വിചാരിക്കുക. അപ്പോൾ രാമുവിന് ഒരു ഫാക്ടറി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ രാമു എന്ത് ചെയ്യും? രാമുവിന് അതിനായിട്ട് ഫാക്ടറി നിർമ്മിക്കാൻ ആവശ്യമായ ഒരു സ്ഥലം വിലയ്ക്കോ വാടകയ്ക്കോ എടുക്കേണ്ടത് ആവശ്യമുണ്ട്. വാടകയ്ക്കാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളുടെ അടുത്ത് ചെന്നിട്ട്, എക്സ് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് ചെന്നിട്ട്, എനിക്കൊരു ഫാക്ടറി നിർമ്മിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അതിന് വേണ്ട സ്ഥലം നിങ്ങൾ എനിക്ക് വാടകയ്ക്ക് തരണം എന്ന് പറയുന്നു. ആ എക്സ് എന്നുള്ള വ്യക്തി എഗ്രി ചെയ്യുന്നു. അപ്പോൾ എക്സ് എന്നുള്ള വ്യക്തിക്ക് ആ സ്ഥലം കൊടുത്തതിന് പകരമായി രാമു വാടക കൊടുക്കും. അപ്പം ലാൻഡ് തന്ന ആൾക്ക് ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് റെൻറ്റ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശരിയായി. അപ്പം രാമുവിന് ലാൻഡ് കിട്ടി. ഇനിയും രാമുവിന് ഫാക്ടറി നടത്തിക്കൊണ്ട് പോകാൻ രാമുവിന് രണ്ടാമതായിട്ട് ആവശ്യമുള്ളത് തൊഴിലാളികളാണ്, ലേബർ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ആദ്യത്തെ ഒരു നാച്ചുറൽ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ലാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു ലേബറാണ്, അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. രാമുവിന് ഒരു 10 തൊഴിലാളികളുടെ ആവശ്യമുണ്ട് ആ ഫാക്ടറിയിലേക്ക്. ആ 10 തൊഴിലാളികളെ രാമു കണ്ടുപിടിച്ചു. രാമുവിന് വേണ്ട സ്കില്ലൊക്കെ ഉള്ള 10 തൊഴിലാളികളെ കണ്ടുപിടിച്ചു. അപ്പോൾ അവർക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണ്? രാമുവിനോട് കൂടെ ചേർന്ന് വർക്ക് ചെയ്താൽ അവർക്കുള്ള ബെനിഫിറ്റാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ കൂലി. അതിനെ നമുക്ക് വേജസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സാലറി എന്ന് വിളിക്കാം. അപ്പോൾ അതാണ് ലേബറിനുള്ള ബെനിഫിറ്റ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ധാരണയായി. പക്ഷേ രാമുവിന് ഈ ഒരു ഫാക്ടറി തുടങ്ങാനോ ഇനീഷ്യലി വേണ്ട ഒരു തുടക്കത്തിന് വേണ്ട ഒരു മൂലധനമോ അല്ലെങ്കിൽ അത് വളർച്ചയ്ക്ക് വേണ്ട ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ട മൂലധനമോ കയ്യിലില്ല എന്ന് വിചാരിക്കുക. രാമുവിന് ഇല്ല അത്രയും കാര്യങ്ങൾ. എല്ലാവർക്കും അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറി തുടങ്ങാനും വേണ്ട ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം, അങ്ങനെയുള്ളൊരു ഫണ്ട്, ആ ഒരു മണിയുടെ ഷോർട്ടേജ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും ഏത് വലിയ ബിസിനസ്സുകാരനായാലും ടാറ്റയോ ബിർളയോ ഒക്കെ ആണെങ്കിലും മുഴുവൻ കാശും കയ്യിൽ കരുതിയിട്ടല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ബാങ്കുകൾ പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സമീപിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങാനുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് അതിന് വേണ്ട ലോൺ തന്ന് സഹായിക്കണം എന്ന് പറയും. അപ്പം ബാങ്കുകാർ ഇപ്പോൾ രാമു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ. അപ്പോൾ രാമുവിനൊരു ലോൺ വേണം. രാമുവിനൊരു 10 കോടി രൂപയുടെ ലോൺ വേണമെന്ന് വിചാരിക്കുക. രാമു അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ബാങ്കിന് കൊടുക്കുമ്പോൾ ബാങ്ക് രാമുവിന് 10 കോടിയുടെ ലോണായിട്ട് കൊടുക്കും. അപ്പോൾ ബാങ്കിന് തിരിച്ചുള്ള നേട്ടം എന്താണെന്ന് ആലോചിക്കുക. ബാങ്കിന് തിരിച്ചുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ആ കൊടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ആ ലോണിന് ബാങ്ക് പലിശ ഈടാക്കും. ആ പലിശയാണ് ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൻ്റെ വരുമാനം. അപ്പം അതാണ് ബാങ്കിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ആംഗിളാണ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരാണ് ഓൺട്രപ്രണർ? ഇവിടുത്തെ ഓൺട്രപ്രണർ ശരിക്കും രാമു തന്നെയാണ്, അല്ലേ? രാമുവാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ഓൺട്രപ്രണർ ഇല്ലാതെ ഒരു ബിസിനസ് നടക്കില്ല. അപ്പോൾ ഓൺട്രപ്രണർ ആണ് ഈ മറ്റു 3 ഘടകങ്ങളെ ചേർത്ത് കൊണ്ടുവരുന്നത് ഓൺട്രപ്രണറാണ്. ലാൻഡ് കണ്ടുപിടിക്കുകയും ലേബറിനെ കണ്ടുപിടിക്കുകയും ക്യാപിറ്റൽ റേസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് ഈ ഓൺട്രപ്രണറാണ്. അപ്പോൾ ഈ ഓൺട്രപ്രണർക്ക് ഇത്രയും കഷ്ടപ്പാടെല്ലാം സഹിച്ച് ഈ റിസ്ക് എല്ലാം എടുത്ത് ഈ ബിസിനസ് ചെയ്യുന്നത്, ഈ ബിസിനസ് വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ആ റിസ്ക് എടുത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം ചേർത്ത് ലാൻഡ് തന്ന ആൾക്ക് വാടകയും കൂടെ ജോലി ചെയ്യാമെന്നുള്ളവർക്ക് ശമ്പളവും അതുപോലെ മൂലധനം തന്നവർക്ക് പലിശയും കൊടുക്കാമെന്ന് സമ്മതിച്ച് ഈ റിസ്ക് ഒക്കെ എടുത്ത് തുടങ്ങുന്ന ആൾക്ക് ഇതിനകത്തൊന്നൊരു നേട്ടം വേണ്ടേ? അപ്പോൾ പുള്ളിയുടെ നേട്ടമാണ് ഇതിനകത്തെ പ്രോഫിറ്റ്. അപ്പം ഓൺട്രപ്രണർ
ഒരു ക്യാപിറ്റലിസത്തിലെ കൺസെപ്റ്റിൽ പറഞ്ഞാൽ ആ ഒരു മുതലാളിയായിട്ട് കാണുന്ന ആൾക്ക്, ആ ഓണ്ടർപ്രണർക്ക്, സംരംഭകന് കിട്ടേണ്ട നേട്ടം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ നിന്നുണ്ടാവുന്ന ലാഭമാണ്. ഇതാണ് ഒരു ബിസിനസ്സിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഐഡിയ. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ക്ലാസ്സിലും നമ്മൾ ആദ്യം മനസ്സിലേക്ക് വെക്കേണ്ട ഒരു കാര്യം. ഈ ഐഡിയ ക്ലിയർ ആയാൽ നമുക്ക് ഇതിനകത്ത് പ്രധാനമായി നോക്കുന്നത് ഈ ക്യാപിറ്റൽ എന്നുള്ള ഒരു ആംഗിളിലാണ്. ലാൻഡും ലേബറും ഓണ്ടർപ്രണറും അവിടെ നിൽക്കട്ടെ, നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ ക്ലാസ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോയെ പറ്റിയും സെക്യൂരിറ്റികളെ പറ്റിയിട്ടും ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ എന്നുള്ള ആംഗിളാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മൂലധനം എന്ന് ഞാൻ പറഞ്ഞു, അത് പലപ്പോഴും കാശ് എന്നുള്ള ഒരു ആംഗിളിൽ ക്യാപിറ്റലിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരു ഫിക്സഡ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് തുടക്കത്തിൽ ആവശ്യമുള്ളതിന് ഫിക്സഡ് ക്യാപിറ്റൽ എന്നും, ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ട ക്യാപിറ്റലിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും തിരിക്കാം. അപ്പോൾ ഈ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ക്യാപിറ്റൽ തരുന്നവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഈ ക്യാപിറ്റൽ മാർക്കറ്റുകളെ പറ്റിയും ആ ക്യാപിറ്റൽ അസറ്റുകളെ പറ്റിയും അതിൻ്റെ സെക്യൂരിറ്റികളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ക്യാപിറ്റൽ എന്താണ് എന്ന് നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു റിസോഴ്സാണ്, ഒരു വിഭവമാണ്. ആ റിസോഴ്സിൻ്റെ ഒരു പർപ്പസ് എന്താണ്? കൂടുതൽ റിസോഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ക്യാപിറ്റൽ ഈസ് എ റിസോഴ്സ് ദാറ്റ് പീപ്പിൾ യൂസ് ടു മേക്ക് മോർ റിസോഴ്സ്. അതാണ്, അതായത് ഇറ്റ് ഈസ് എ മണി ദാറ്റ് പീപ്പിൾ യൂസ് ടു മേക്ക് മോർ മണി. അതായത് കൂടുതൽ പണം സമ്പാദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പണത്തെയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പം ക്യാപിറ്റൽ ആണെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഈസ് ദാറ്റ് റിസോഴ്സ് വിച്ച് ജനറേറ്റ് മോർ ക്യാപിറ്റൽ, അല്ലേ? അപ്പോൾ കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഉള്ളവർ സ്വന്തമായിട്ട് തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഇല്ലാത്തവർ ക്യാപിറ്റൽ കടം വാങ്ങിക്കും. കടം തന്ന ആൾക്ക് പലിശ കൊടുത്താൽ മതി. പക്ഷേ ആ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിൻ്റെ പർപ്പസ് എന്താണ്? കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഒരു ഓണ്ടർപ്രണർ ബിസിനസ് തുടങ്ങുന്നത് തന്നെ കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടിയാണ്. അപ്പം ക്യാപിറ്റൽ ഈസ് ദാറ്റ് മണി വിച്ച് മേക്സ് മോർ മണി. അപ്പോൾ അതാണ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലിന് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ കൂടുതൽ വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടുതൽ വെൽത്ത്. അപ്പോൾ കൂടുതൽ വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂ ഉള്ളൊരു സാധനമാണ്, ഒരു വിഭവമാണ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ മൂലധനം എന്ന് പറയും. അപ്പോൾ അത് കൂടുതലായിട്ട് ഉൽപ്പാദനത്തിന്, ഗുഡ്സോ സർവീസസോ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ മൂലധനം ആവശ്യമാണ്. ഇതാണ് നമ്മൾ ക്യാപിറ്റലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മണി ഭാവിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് പണം നിക്ഷേപിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിക്ഷേപിക്കലാണ്. അതായത് കൂടുതൽ പണം ഭാവിയിൽ ഉണ്ടാവാൻ വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പണം നിക്ഷേപിക്കുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം ബാങ്കുകളുടെ പെർസ്പെക്റ്റീവിൽ എടുത്ത് ആലോചിക്കുക, ബാങ്കുകൾ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് പലിശ കിട്ടും. അപ്പം ഇപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് നൽകിയില്ലെങ്കിൽ അവർക്ക് ആ ഭാവിയിൽ ലഭിക്കാവുന്ന പലിശ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ഇനി ഓണ്ടർപ്രണറുടെ ആംഗിളിൽ നിന്ന് ആലോചിച്ചാലും ശരി തന്നെയാണ്. ഓണ്ടർപ്രണർ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഫാക്ടറി തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും ഫാക്ടേഴ്സ് ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഓണ്ടർപ്രണർ, ആ സംരംഭകൻ ശ്രമിക്കുന്നത് തന്നെ ഭാവിയിൽ കുറേ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഒരു ഷോപ്പ്, ബൈയിങ് എ ഷോപ്പ് ടു ഏൺ റെൻറ്റ്. അപ്പോൾ ഒരു വ്യക്തി ഒരു വ്യാപാര സ്ഥാപനം വാങ്ങിക്കുകയാണ്. വ്യാപാര സ്ഥാപനത്തിൻ്റെ ബിൽഡിങ് തന്നെ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. കാര്യം എന്താ? അത് എന്നിട്ട് അദ്ദേഹത്തിന് വാടകയ്ക്ക് കൊടുക്കാം. അപ്പം അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനം വാങ്ങിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ എല്ലാം പർപ്പസ് എന്താ? ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങിച്ചാൽ ഭാവിയിൽ കൂടിയ വിലയ്ക്ക് സ്വർണം വിൽക്കാം. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യാപാര സ്ഥാപനം വാങ്ങിക്കുന്നതിന് രണ്ട് പർപ്പസ് ഉണ്ട്. വേണമെങ്കിൽ ഭാവിയിൽ കൂടിയ വിലയ്ക്ക് ആ കെട്ടിടവും സ്ഥലവും ഒന്നിച്ച് വിൽക്കാം. അതല്ലെങ്കിൽ അങ്ങനെ വിൽക്കുന്നില്ലെങ്കിൽ പോലും തുടർച്ചയായിട്ട് കിട്ടുന്ന വാടക തന്നെ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ്. അപ്പോൾ വാടകയും കിട്ടും, ഭാവിയിൽ വേണം കെട്ടിടം മൊത്തത്തിൽ വിൽക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് പർപ്പസ് ഉണ്ട്. ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് അങ്ങനത്തെ രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. എന്താ? സ്വർണം വാങ്ങിക്കുന്നത് പലപ്പോഴും കൂടിയ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുവരെ അത് ഉപയോഗിക്കാം, ആഭരണമായതുകൊണ്ട് അത് അണിഞ്ഞുകൊണ്ട് നടക്കാമെന്നുള്ള നേട്ടം ഉണ്ട് താനും. ഇതെല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ്. അതായത് ഭാവിയിൽ കൂടുതൽ നേട്ടം കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്.
അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്? ഭാവിയിലുള്ള ആ ഒരു വലിയൊരു നേട്ടം എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്. അപ്പം ഒരു ചെടി നടുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാര്യം ഒരു ചെടിയുടെ ഒരു വിത്ത് ഇന്ന് കുഴിച്ചിട്ടാൽ, ഇന്ന് നട്ടാൽ ഭാവിയിൽ വലിയൊരു മരം ഉണ്ടാവുമെന്നും ആ മരത്തിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ ആ മരം തന്നെ ഭാവിയിൽ അതിൻ്റെ തടികൾ വെട്ടി വിൽക്കാമെന്നുള്ള അത് ഭാവിയിലുള്ള നേട്ടത്തിന് വേണ്ടിയാണ് ഇന്ന് ഒരാളൊരു വിത്ത് കുഴിച്ചിടുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ക്യാപിറ്റൽ അവിടെ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭാവിയിൽ കൂടുതൽ നേട്ടം പ്രതീക്ഷിച്ചിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അതിനെ ഒരു ഡോക്യുമെൻ്റായിട്ട് കരുതുക. ഒരു കടലാസായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കടലാസ് എന്നുള്ള രീതിയിൽ നമുക്ക് തൊട്ട് മനസ്സിലാക്കാവുന്ന ഒരു കടലാസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ തൊട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിജിറ്റൽ റെക്കോർഡായിട്ടോ മനസ്സിലാക്കുക. ഒരു റെക്കോർഡാണ്, ഒരു രേഖയാണ്. അതിൻ്റെ ആ രേഖയുടെ പർപ്പസ് എന്താണ്? നമ്മളുടെ കയ്യിൽ വിലപിടിപ്പുള്ള ഒരു സാധനമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു രേഖയാണ്. ഒന്നുകിൽ നമ്മുടെ കയ്യിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഉണ്ടെന്നുള്ളതിൻ്റെ രേഖയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ വിലപിടിപ്പുള്ളത് എന്തോ കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു രേഖയോ ആണ്. അതൊരു തെളിവാണ്. നമ്മുടെ കയ്യിൽ വിലപിടിപ്പുള്ള എന്തോ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു എവിഡൻസാണ്. അപ്പോൾ അതിന് ഒരു ഉദാഹരണം, നമ്മൾ ആദ്യത്തെ ഒരു ഉദാഹരണം നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ട്, ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു രേഖയാണ്, അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു തെളിവെന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ്, ഒരു കമ്പനി, ഉദാഹരണം ഇപ്പം ഇൻഫോസിസ് എന്നുള്ള കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇൻഫോസിസ് എന്നുള്ള കമ്പനിയുടെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിനർത്ഥം ഇൻഫോസിസിൻ്റെ കോടിക്കണക്കിന് ഉള്ള ഷെയറുകളുടെ ഒരു ഷെയർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഷെയറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഉടമസ്ഥാവകാശം എനിക്ക് ആ കമ്പനിയിലുണ്ടെന്നുള്ളത്, എനിക്കൊരു ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വാല്യൂ. അതൊരു സെക്യൂരിറ്റിയാണ്, അതൊരു രേഖയാണ്, അതൊരു എവിഡൻസാണ്, അതൊരു തെളിവാണ്. അതിൻ്റെ ഒരു തൊട്ട് മനസ്സിലാക്കാവുന്ന ഒരു കടലാസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതൊരു പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, അങ്ങനെ തൊട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ തൊട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഇല്ല. ഡീമെറ്റീരിയലൈസ് ചെയ്തിരിക്കുകയാണ്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് നമ്മളിപ്പോൾ ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഡെപ്പോസിറ്ററി ഉണ്ട്. ഈ കാര്യങ്ങളുള്ളത് ഷെയർ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ രൂപത്തിലിരിക്കുന്ന ഒരു ഡെപ്പോസിറ്ററി ഉണ്ട്. അപ്പം എന്നാലും അങ്ങനെ ഒരു രേഖ അവിടെ ഉണ്ട്, അങ്ങനെ ഒരു തെളിവുണ്ട്. അപ്പോൾ അതാണ് സെക്യൂരിറ്റി. അപ്പോൾ വാട്ട് ഈസ് എ സെക്യൂരിറ്റി? സെക്യൂരിറ്റി ഈസ് എ ഡോക്യുമെൻറ്റ് ഓർ എ റെക്കോർഡ് ദാറ്റ് പ്രൂവ് ദാറ്റ് വി ഓൺ സംതിങ് വാല്യുബിൾ ഓർ വി ഹാവ് ലെൻഡ് മണി ടു സംവൺ. അതാണ് ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ രണ്ടാമതൊരു ഉദാഹരണമാണ് ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനൊരു കമ്പനിക്കോ ഒരു ഗവൺമെൻറ്റിനോ കുറച്ച് രൂപ കടം കൊടുത്തു എന്നുള്ളതിന് തെളിവായിട്ട് ആ കമ്പനിയോ ഗവൺമെൻറ്റോ എനിക്ക് തിരിച്ചു തരുന്ന ഒരു തെളിവാണ്, ഒരു രേഖയാണ് ആ ബോണ്ട് സർട്ടിഫിക്കറ്റ്. പലപ്പോഴും ഗവൺമെൻറ്റിന് വ്യക്തികൾക്ക് കടം കൊടുക്കാൻ പറ്റാറുണ്ട്. ഗവൺമെൻറ് പലപ്പോഴും വ്യക്തികളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കും. ഇപ്പോൾ ഗവൺമെൻറ് വ്യക്തികൾക്ക് കടം വാങ്ങിക്കുന്നതിനെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ വ്യക്തിയുടെ കയ്യിലേക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു രേഖയാണ് ബോണ്ട് സർട്ടിഫിക്കറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്? ഈ തെളിവിനെ അല്ലെങ്കിൽ ഈ രേഖയെ സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത് എന്തിനാണ്? അത് നമ്മുടെ സാധാരണഗതിയിലുള്ള ആ ഒരു സെക്യൂരിറ്റിയുടെ കൺസെപ്റ്റിൽ നിന്ന് തന്നെ ആലോചിച്ചാൽ മതി. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സുരക്ഷ. അപ്പോൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് സുരക്ഷാ പത്രങ്ങൾ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. സുരക്ഷാ പത്രങ്ങളാണ്, ഒരു രേഖയാണ്, അല്ലേ? ഇപ്പോൾ ഒരു മുദ്രക്കടലാസ് പോലെ അല്ലെങ്കിൽ മുദ്രപത്രം പോലെ ഉള്ള ഒരു കാര്യമാണ്. ഒരു സുരക്ഷാ പത്രമാണ്, ഒരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അത് ഒരു സുരക്ഷ പ്രദാനം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയിലേക്ക് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നിക്ഷേപിച്ചു എന്നുള്ളതിൻ്റെ ഒരു നിയമപരമായ തെളിവ്, ഒരു എവിഡൻസ് അല്ലെങ്കിൽ ആ സുരക്ഷ കാണിക്കുന്ന ഒരു സാധനം, നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യം നമ്മൾ നിക്ഷേപിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് എന്തെങ്കിലും വേണ്ടേ? അതാണ് ഈ സെക്യൂരിറ്റി, അതാണ് ഈ ഷെയർ സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ്, അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ട ഒരു തെളിവാണ് ബോണ്ട് സർട്ടിഫിക്കറ്റ്. അത് നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു. അതായത് നമുക്ക് ഒരു കമ്പനിയിലേക്ക് നമ്മൾ പണം നിക്ഷേപിച്ചാൽ നമുക്ക് ആ കമ്പനി പിന്നീട് നൽകുന്ന
പ്രോഫിറ്റിൻ്റെ വീതമായിട്ടുള്ള ഡിവിഡൻഡുകൾക്ക് അർഹതയുണ്ട്. ഒരു ഗവൺമെൻറ്റിലേക്കാണ് കടം കൊടുത്തെങ്കിൽ ഇൻട്രസ്റ്റിന് അർഹതയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സുരക്ഷയാണ് ഈ സെക്യൂരിറ്റീസ്. അതുകൊണ്ടാണ് ഇതിനെ സുരക്ഷാ പത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസ് എന്നുള്ള ഒരു ആംഗിള് മനസ്സിലായെന്ന് വരിക്കും. നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ പേര് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോ ബ്രാക്കറ്റിൽ സെക്യൂരിറ്റീസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പം സെക്യൂരിറ്റീസ് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായാലേ നമ്മൾ ഇനിയും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ആ ഒരു സുരക്ഷയുടെ ഒരു ആംഗിളുണ്ട്. അതൊരു എവിഡൻസ് ആണ്. നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെയോ പണം കടം കൊടുത്തതിൻ്റെയോ ഒരു തെളിവാണ് സെക്യൂരിറ്റീസ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റും സെക്യൂരിറ്റീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവൃത്തിയാണ്, നിക്ഷേപിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു പണം ഒരു കാര്യത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. അത് ഷെയർ വാങ്ങിക്കാനാവാം, ബോണ്ട് വാങ്ങിക്കാനാവാം, എന്തെങ്കിലും തരത്തിലേക്ക് കാശ് നിക്ഷേപിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ കൂടുതൽ നേട്ടം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് അത് പ്രോഫിറ്റ് രൂപത്തിലാവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് രൂപത്തിലാവാം. അപ്പോൾ ബോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ, ബോണ്ടിലേക്ക് കാശ് നിക്ഷേപിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതൊരു പർച്ചേസ്, ബോണ്ട് ബൈ ചെയ്യുകയാണല്ലോ. ബോണ്ട് ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഭാവിയിലേക്ക് കിട്ടുക എന്നുള്ളത്. എന്നാൽ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണ്, അവിടെയും ബൈ ചെയ്യുകയാണ്. അവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, ഡിവിഡൻഡ് രൂപത്തിൽ പ്രോഫിറ്റ് വരിക, അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം കൂടിയ വിലയ്ക്ക് ഈ ഷെയർ വിൽക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഭാവിയിലുള്ള നേട്ടത്തെ കരുതി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നാൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയല്ല. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ്, നിയമപരമായി സാധുതയുള്ള ഒരു ഡോക്യുമെൻ്റാണ്, ഒരു രേഖയാണ് സെക്യൂരിറ്റീസ്. അത് ഡിജിറ്റൽ റെക്കോർഡും ആവാം, അല്ലെങ്കിൽ ആക്ച്വൽ ഫിസിക്കൽ റെക്കോർഡും ആവാം. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സെക്യൂരിറ്റീസ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഒരു ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ലെൻഡിങ്ങുമായിട്ട്, കടം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവാം. അപ്പോൾ ഇത് രണ്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കടം കൊടുത്തതും ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, കാര്യം നമുക്ക് അതിൽ നിന്ന് പലിശ കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ്, അതിൻ്റെ ഒരു ഡിജിറ്റൽ റെക്കോർഡാണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ റെക്കോർഡാണ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി അതിന് വേറൊരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാൻ തോന്നി, എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ക്ലിയറായി തോന്നുന്നു, എങ്കിലും ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പം ഞാൻ രമേശ് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു 1000 രൂപ കടം കൊടുത്താൽ, രമേശുമായിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ 1000 രൂപ രമേശിന് തരുവാണ്. കൃത്യം 1 വർഷം കഴിഞ്ഞ് 1200 രൂപയായിട്ട് അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ 200 രൂപ ഞാൻ ചാർജ് ചെയ്യുന്ന ഒരു പലിശയാണ്, ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതൊരു കടലാസിൽ രേഖപ്പെടുത്തിയതിന് ശേഷം രമേശിൻ്റെ ഒപ്പിടിയിച്ച് ഞാൻ കൈവരിച്ചാൽ അതൊരു സെക്യൂരിറ്റിയാണ്. രമേശ് എനിക്ക് ഒരു ഉറപ്പ് തരികയാണ്, ഇന്ന് 1000 രൂപ വാങ്ങിച്ചെന്നും അത് 1200 രൂപയായി 1 വർഷം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു തരുന്നു എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്, അതൊരു സെക്യൂരിറ്റിയാണ്. അതാണ് സെക്യൂരിറ്റി, അത്രയേ ഉള്ളൂ സെക്യൂരിറ്റി. അപ്പോൾ അതൊരു ഒരു കടലാസ് പോലെയാണ്, ഒരു പീസ് ഓഫ് പേപ്പർ പോലെയാണ്. അതിനകത്ത് നമ്മൾ വരുത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അതിനകത്ത് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് തിരിച്ച് കിട്ടേണ്ട തുക എത്രയാണെന്നോ, നമ്മുടെ ആ അവകാശം നമുക്ക് എന്താണ് തിരിച്ച് കിട്ടേണ്ടതെന്നുള്ളത് പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ സെക്യൂർ ചെയ്യുന്ന ഒരു സാധനമാണ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഇവിടെ തൊട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവുകയാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നാലേ ഈ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ഫിനാൻഷ്യൽ മാർക്കറ്റ് മനസ്സിലായാലും നമുക്ക് ഇനി പിന്നീട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചന്തയാണ് അല്ലെ. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തെയാണ് മാർക്കറ്റ് അല്ലെങ്കിൽ ചന്ത എന്ന് പറയുന്നത്. അവിടെ ബൈയിങ് ആൻഡ് സെല്ലിങ് എപ്പോഴും നടക്കും. അത് ഗുഡ്സ് ആവാം, സർവീസസ് ആവാം, അതെല്ലാം മാർക്കറ്റിലാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഒരു സാമ്പത്തിക കാര്യങ്ങൾ നടക്കുന്ന ഒരു ചന്ത, ഫിനാൻഷ്യൽ മാർക്കറ്റ്. അവിടെ എന്താണ് സാധാരണ നടക്കുക? അവിടെ ഒരു ബയറും സെല്ലറും ഉണ്ടാവും അല്ലേ. അപ്പോൾ ബയറും സെല്ലറും ഉണ്ടാവും. അവിടെ ചില സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് അവിടെ കൊടുക്കുന്നത്? പലപ്പോഴും അവിടെ ഒരു ഫണ്ട് കൈമാറ്റം ചെയ്യുകയാണ് അല്ലേ. അവിടെ ഒരു ഫണ്ട് കൈമാറ്റം ചെയ്യുകയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഒരു കാര്യമാണ്. ഒരാൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നു, അത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് കാശ് കടം കൊടുക്കുന്നു, കടം കൊടുക്കുമ്പോഴും അവിടെ ഒരു ബോണ്ടാണ് വാങ്ങിക്കുന്നത്. അതെല്ലാം ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ഒരു ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഞാനൊരു ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക, ഞാൻ ഒരു ഗവൺമെൻറ്റിന് കടം കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശ് ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ബോറോവറാണ്. അപ്പോൾ ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്, എൻ്റെ ഫണ്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. പകരം ഒരു സാധനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ആ തിരിച്ചു വാങ്ങിക്കുന്നതാണ് ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റ്. ഞാൻ ഇങ്ങോട്ട് ബൈ ചെയ്യും. അപ്പോൾ ഒരു ബോണ്ട് വാങ്ങിക്കുകയാണ്, ഗവൺമെൻറ് ആ ബോണ്ട് എനിക്ക് വിൽക്കുകയാണ്.
അപ്പം പകരം ഗവൺമെൻറ്റിന് കാശ് കൊടുക്കും, എൻ്റെ കയ്യിൽ സെക്യൂരിറ്റി ആയിട്ട് ആ ബോണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഷെയർ ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ എത്തും, പക്ഷേ എൻ്റെ കയ്യിലുള്ള പണം ആ കമ്പനിയുടെ കയ്യിലെത്തും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സും ലെൻഡേഴ്സും അവരുടെ ഫണ്ട് ബോറോവേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കും, അല്ലെ യൂസേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. തിരിച്ച് അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു സെക്യൂരിറ്റി ആ പണം വാങ്ങിയവർ തിരിച്ചൊരു ഒരു സെക്യൂരിറ്റി, ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റ് അവർ തിരിച്ചു തരും. ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, ബയറും സെല്ലറും തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സ്ഥലമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു. അവിടെ പലപ്പോഴും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെയാണ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റാണ്. അതിനെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പെട്ടെന്ന് രണ്ടായിട്ട് തിരിക്കണമെങ്കിൽ രണ്ട് രീതിയിൽ തിരിക്കാം. മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിക്കാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിക്കാം, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനാണ്, ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇത് രണ്ടും ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ സബ്സെറ്റുകളാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റാണ് സൂപ്പർ സെറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന് രണ്ട് സബ്സെറ്റുകളുണ്ട്. ഒന്ന് മണി മാർക്കറ്റ്, ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കരാറാണ് പലപ്പോഴും, അതൊരു ഡോക്യുമെൻ്റാണ്. ഞാൻ ഈ പറഞ്ഞില്ലേ, ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ട് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഒരു കരാറാണ്. രണ്ട് വ്യക്തികൾ, രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ളൊരു കരാറാണ്. അപ്പം ഇത് ഞാനും ഒരു കമ്പനിയും തമ്മിലുള്ളൊരു കരാറാണ് ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. ആ കരാറിൽ പറയുന്നത് എനിക്ക് ഈ കമ്പനിയിൽ ഉള്ള ഓണർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുടെ ലാഭത്തിൻ്റെ വീതമായിട്ടുള്ള ഡിവിഡൻഡ് തന്നുകൊള്ളാം, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഈ ഷെയർ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും, വിൽക്കുമ്പോൾ അന്നത്തെ മാർക്കറ്റിലുള്ള മൂല്യം നിങ്ങൾക്ക് തന്നുകൊള്ളാം. ഇതാണ് ആ കരാറിലുള്ളത്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ് ശരിക്കും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ. അതൊരു അവകാശമാണ് അതിൽ കാണിക്കുന്നത്. റൈറ്റ് ടു റിസീവ് മണിയാണ്, അല്ലെങ്കിൽ റൈറ്റ് ടു ഗെറ്റ് മണി, റിസീവ് മണി അല്ലെങ്കിൽ പേ മണി ഇൻ ഫ്യൂച്ചർ എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് 3 തരത്തിലാവാം ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അത് ഇക്വിറ്റി ബേസ് ചെയ്തിട്ടാവാം, ഡെപ്റ്റ് ബേസ് ചെയ്തിട്ടാവാം, ഡെറിവേറ്റീവ് ബേസ് ചെയ്തിട്ടാവാം. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇത് അത്ര എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല. ശ്രദ്ധിച്ചിരുന്നാലാണ് ഒരു കൺസെപ്റ്റിൻ്റെ മേളിലാണ് നമ്മൾ അടുത്ത കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രയർ നോളജിൻ്റെ മേളിലാണ് ബിൽഡ് ചെയ്യുന്നത്. ഞാൻ വളരെ ബേസിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആ ബേസിക് ക്ലിയർ ആയാൽ അടുത്ത കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിക്കാം, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഡീൽ ചെയ്യുന്ന സ്ഥലമാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന സ്ഥലമാണ്. ഇനി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് ആണ്, ഒരു കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ കാശ് കിട്ടാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. അത് നമ്മുടെ അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അത് ഇക്വിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാവാം, ഡെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാവാം, ഡെറിവേറ്റീവ് ബേസ് ചെയ്തിട്ടുള്ളതാവാം. ഇക്വിറ്റി ബേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയർ, നമ്മുടെ വീതം, നമ്മുടെ ഒരു ഷെയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിന് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്നും, കടവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഡെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ അകത്തുനിന്ന് വാല്യൂ ഡിറൈവ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ ഡെറിവേറ്റീവ് ബേസ്ഡ് എന്നും പറയും. അപ്പോൾ 3 തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇക്വിറ്റി ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഡെപ്റ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഡെറിവേറ്റീവ് ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഇതാണ് 3 തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പഠിക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പഠിക്കാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ ഡയഗ്രാം മാത്രം മതി. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരു ഫോട്ടോ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഈ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മുഴുവൻ പഠനവും നിൽക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളൊരു സൂപ്പർ സെറ്റ് ആലോചിക്കുക. ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നത്. അതിനെ രണ്ടായിട്ട് തിരിക്കാം.
മണി മാർക്കറ്റ് എന്നുള്ള ഒരു ഏരിയയിൽ അവിടെ നമ്മൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ ഷോർട്ട് ടേം രീതിയിൽ ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നതാണ് മണി മാർക്കറ്റിൽ. അതായത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നും നോൺ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നും രണ്ടായിട്ട് തിരിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റിനെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നും നോൺ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ വീണ്ടും നമുക്ക് പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും തിരിക്കാം. ഈ സെക്കൻഡറി മാർക്കറ്റിനെ ഇനിയും തിരിക്കാനുണ്ട്, ഞാൻ പക്ഷേ ഈ ഒരു സ്ലൈഡിൽ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഓവർവ്യൂ നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിക്കാം, മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും. ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നും തിരിക്കാം, നോൺ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നും തിരിക്കാം. ഇനി സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ നമുക്ക് പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും തിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ സബ്ജക്റ്റിൽ മുഴുവൻ. ഈ സബ്ജക്റ്റിൻ്റെ പേര് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ എന്നാണ്, പക്ഷേ ബ്രാക്കറ്റിൽ സെക്യൂരിറ്റീസ് എന്ന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസിനാണ് ഇതിനകത്ത് പ്രാധാന്യം. അതായത് സുരക്ഷാ പത്രങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷാ പത്രങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഓരോ കാര്യവും ഒരു ക്വസ്റ്റ്യൻ ടോപ്പിക്കാണ്, ഒരു എസ്സേ ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് മാത്രമായിട്ട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ മണി മാർക്കറ്റ് എന്ന് മാത്രമായി ചോദിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് മാത്രമായി ചോദിക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നോൺ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്ന് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് ചോദിക്കാം. ഇതിൽ ഏത് തരത്തിലും എസ്സേ വരാം, ഷോർട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതിലെ ഓരോ കാര്യങ്ങളും ക്ലിയറായി പോയാലേ പറ്റുള്ളൂ. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിന് അടിയിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ മണി മാർക്കറ്റിലും സെക്യൂരിറ്റീസ് ഉണ്ട്. മണി മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസ് ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ആണ്. അതായത് ഒരു വർഷത്തിൽ താഴെ മാത്രം വാലിഡിറ്റി ഉള്ള സെക്യൂരിറ്റീസ് ആണ് മണി മാർക്കറ്റിൽ വരുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ സാധാരണ ഒരു വർഷത്തിന് മുകളിൽ വാലിഡിറ്റി ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നത്. അപ്പം ഇവിടുത്തെ സെക്യൂരിറ്റീസിന് കൂടുതൽ വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി മണി മാർക്കറ്റിൻ്റെ താഴെ വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ടി ബില്ല് പോലെയുള്ള കാര്യം, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ പോലെ, കൊമേഴ്ഷ്യൽ ഡെപ്പോസിറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മണി മാർക്കറ്റിൻ്റെ താഴെ വരുന്ന കാര്യങ്ങളാണ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ കീഴിലാണ് നമ്മുടെ ഷെയർസ് പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സെക്യൂരിറ്റീസ് മാർക്കറ്റിലാണ്. പ്രൈമറി മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് IPO പോലെയുള്ള കാര്യങ്ങളാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഒരു കമ്പനിയുടെ ഷെയർ ആദ്യം വാങ്ങിക്കുന്നതിനെയാണ് പ്രൈമറി മാർക്കറ്റ് വഴിയാണ് ആദ്യമായി ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നത്. കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റിലുള്ള ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയാറുണ്ട്. നമ്മളത് വീണ്ടും കാണും. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം, IPOയ്ക്ക് ശേഷം അതിനെ വാങ്ങിക്കുന്നതിനെയാണ് ഒരു സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ ഓർമ്മ ഉണ്ടാവണം, എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോകും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പോൾ ഈ മണി മാർക്കറ്റിനെയും ക്യാപിറ്റൽ മാർക്കറ്റിനെയും തമ്മിലൊന്നൊരു താരതമ്യം ചെയ്ത് നോക്കുക. മണി മാർക്കറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫണ്ടുകളാണ് ഡീൽ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ഫണ്ടുകളാണ്. അപ്പോൾ അവിടെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, മണി മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ടി ബില്ലുകൾ, അല്ലെങ്കിൽ ട്രഷറി ബില്ലുകൾ, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് ഓരോന്നും നമുക്ക് അത്ര ഡെപ്തിൽ പഠിക്കേണ്ടതില്ല, എന്നാലും മനസ്സിലാക്കിയിരിക്കണം. അപ്പം മണി മാർക്കറ്റിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ട്രഷറി ബില്ലുകൾ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിലാണെങ്കിൽ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, ഡെപ്തിൽ കാണും. പക്ഷെ ഇപ്പം ഒന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? സാധാരണ ബാങ്കുകൾ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചിറ്റ് ഫണ്ട്സ്, അതായത് ഒരു കുറച്ചുകൂടി ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിങ്ങോ നോൺ ബാങ്കിങ്ങോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൂടുതലും സ്റ്റോക്ക് ബ്രോക്കേഴ്സും, അണ്ടർ റൈറ്റേഴ്സും, മ്യൂച്വൽ ഫണ്ട്സും, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി ബാങ്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ മണി മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്.
ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ സെബിയാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കണം. ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ക്യാപിറ്റൽ മാർക്കറ്റാണ്. എന്നാലും മണി മാർക്കറ്റും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റുമാണ്. അതിൽ നമുക്ക് കൂടുതൽ പ്രാധാന്യം ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിലും മണി മാർക്കറ്റ് ബേസിക്കലി അറിഞ്ഞിരിക്കണം. മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട്സിലാണ് ഡീൽ ചെയ്യുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ഫണ്ട്സിലാണ്. മണി മാർക്കറ്റിൽ ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെയുള്ള മെയിൻ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ മണി മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചിറ്റ് ഫണ്ട്സ് മുതലായവയാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. റെഗുലേറ്ററി ബോഡി RBI ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ സെബി. ഇനിയും നമുക്ക് മണി മാർക്കറ്റിനെ പറ്റി ഒന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കാം. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഫണ്ട്സിൻ്റെ ഒരു മാർക്കറ്റാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവിടെ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്നത്. സാധാരണ ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. 1 വർഷത്തിൽ താഴെയാണ്. അത് ചിലപ്പോൾ 90-91 ദിവസം ആവാം, അല്ലെങ്കിൽ 151 ദിവസം ആവാം, അതായത് 181 ദിവസം ആവാം, അല്ലെങ്കിൽ 1 വർഷത്തിൽ താഴെയുള്ള ഏത് ദിവസം ആവാം. അതാണ് ഈ മണി മാർക്കറ്റ് ചെയ്യുന്നത്. സാധാരണ ഇത് ഞാൻ മുമ്പേ പറഞ്ഞാൽ ബാങ്കുകളോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. It should be noted that money market does not deal in cash or money as such, but simply provides a market for credit instruments such as bills of exchange, promissory note, commercial paper, treasury bills. അതായത് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നുള്ളതല്ല, അവിടെ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കടലാസാണ് എന്ന് കരുതുക, ഒരു ഫിസിക്കൽ പേപ്പറാണ്, ഒരു സർട്ടിഫിക്കറ്റാണ്, ഒരു സെക്യൂരിറ്റി ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ്, പ്രോമിസറി നോട്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മണി മാർക്കറ്റിൽ കൈകാര്യം ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നോക്കുക. ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അവിടെ മീഡിയം ടേമിൽ അല്ലെങ്കിൽ ലോങ് ടേമിലുള്ള ഫണ്ട്സാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവിടെയാണ് കൂടുതൽ ഈ സെക്യൂരിറ്റീസിന് കൂടുതൽ പ്രസക്തി. ഒരു മീഡിയവും ലോങ് ടേമിലുമാണ്. അവിടെ ലോങ് ടേം ബോറോയിങ്സ് ആണ്. അവിടെയും ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ അവിടെ പുറത്തു നിന്നുള്ള മാർക്കറ്റിൽ നിന്നുള്ള ഫണ്ടാവാം, ക്യാപിറ്റൽ പലതരത്തിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാം. ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട്, ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡിബഞ്ചർ, ബോണ്ട്, ഷെയർ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ട അപ്പം തന്നെ നിങ്ങൾ ഓർത്തോണം അത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. അതായത് ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് ഈ 3 വാക്കുകളും എവിടെ വരുള്ളൂ? ക്യാപിറ്റൽ മാർക്കറ്റിൽ മാത്രമേ വരുള്ളൂ. എന്നാൽ ട്രഷറി ബില്ല്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, കൊമേഴ്ഷ്യൽ പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം അത് മണി മാർക്കറ്റിലാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്. അപ്പം ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെയും എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റിന് 2ആയിട്ട് തിരിക്കാം. നമുക്ക് പ്രൈമറി മാർക്കറ്റെന്നും സെക്കൻഡറി മാർക്കറ്റെന്നും. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പടത്തിൽ തിരിച്ചതുപോലെ സെക്യൂരിറ്റീസ് മാർക്കറ്റെന്നും നോൺ സെക്യൂരിറ്റീസ് മാർക്കറ്റെന്നും തിരിക്കാം. ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. പ്രൈമറി മാർക്കറ്റെന്നും സെക്കൻഡറി മാർക്കറ്റെന്നും തിരിക്കാം. അപ്പം നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി കുറച്ചുകൂടി ഡെപ്തിൽ നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ചാനലൈസ് ചെയ്യുന്ന, അതായത് നമ്മൾ മിച്ചം പിടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഞാനെന്നുള്ളൊരു വ്യക്തിയാവാം, നിങ്ങളെന്നുള്ളൊരു വ്യക്തിയാവാം. നിങ്ങളുടെ കയ്യിൽ കുറച്ച് മിച്ചം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 10,000 രൂപ നിങ്ങൾക്ക് മിച്ചമുണ്ട്. ആ 10,000 രൂപ വേണമെങ്കിൽ നമുക്ക് ബാങ്കിൽ കൊണ്ടിടാം. അപ്പോൾ ചിലപ്പോൾ ഒരു 10% പലിശ കിട്ടിയെന്ന് വിചാരിക്കുക. 10,000 രൂപ 1 വർഷത്തേക്ക് ബാങ്കിൽ 10% പലിശ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പം 10,000 എന്നുള്ളത് 11,000 രൂപയായിട്ട് മാറും 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ശരിയല്ല? അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാങ്കിലേക്ക് കൊണ്ടിടുകയല്ല ചെയ്യുന്നത്. ബാങ്കിലേക്ക് കൊണ്ടിടുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് കുറച്ചും കൂടി ഒരു മണി മാർക്കറ്റിൻ്റെ ഒരു ആംഗിളിലാണ് അവിടെ നടക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഒരു കമ്പനിയിലേക്ക് ഇടുകയാണ്. ഒരു കമ്പനി 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് നമ്മൾ ഒരു റിലയൻസിൻ്റെ കമ്പനിയുടെ കുറച്ച് ഷെയറിങ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അടുത്ത 1 വർഷത്തോളം അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡിവിഡൻഡ് കിട്ടും. അതിൽ 1 വർഷം കഴിയുമ്പോൾ ഈ 10,000 രൂപയുടെ ഷെയറിൻ്റെ വാല്യൂ 15,000 രൂപയായാൽ നിങ്ങൾക്ക് 15,000 രൂപയ്ക്ക് ആ ഷെയർ വിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേട്ടം കിട്ടും. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അല്ലെങ്കിൽ വേറൊരു പുതിയ കമ്പനിയുടെ ഇപ്പോൾ സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി ഒരു IPO
ഇറക്കിയെങ്കിൽ നിങ്ങൾക്ക് ആ IPO പോയി വാങ്ങിക്കാം, ഇറക്കുന്ന സമയത്ത് തന്നെ പോയി വാങ്ങിക്കാം. അതും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്താ പറയുക, പുതിയതായിട്ട് ഈ ഷെയർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലേക്ക് നമ്മൾ കാശ് കൊടുക്കണം. ഒരു IPO സമയത്ത് നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചാൽ ആ ബിസിനസ് തുടങ്ങിയ സംരംഭകന് നമ്മൾ കാശ് കൊടുക്കുകയാണ്. ആ ബിസിനസ്സിലേക്ക് നമ്മൾ കാശ് ഇടുകയാണ്. എൻ്റെ കാശ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ആ കാശ് ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. പക്ഷേ അതൊരു കടമായിട്ട് കൊടുക്കുകയല്ല, ഇക്വിറ്റിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കമ്പനിയുടെ ഷെയർ എടുക്കുകയാണ്. അപ്പോൾ നമുക്കും ആ കമ്പനിയുടെ ഒരു ഓണർഷിപ്പിൻ്റെ ഒരു വീതം കിട്ടും. അതുകൊണ്ട് എനിക്ക് പലിശയൊന്നും നിങ്ങൾ വേണ്ട, നിങ്ങൾക്ക് ആ കാശ് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഡിവിഡൻഡ് പ്രോഫിറ്റ് എന്തെങ്കിലും ഡിക്ലെയർ ചെയ്ത് എനിക്ക് അതിൻ്റെ ഡിവിഡൻഡ് തന്നാൽ മതി. അതല്ലെങ്കിൽ എനിക്ക് ഓണർഷിപ്പ് ഉണ്ടല്ലോ, എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ അന്നത്തെ മാർക്കറ്റ് വാല്യൂവിന് വിറ്റ് മാറ്റാം, പക്ഷേ എനിക്ക് പലിശയൊന്നും വേണ്ട എന്ന് പറയുന്നതാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഡെപ്റ്റ് ആണെങ്കിൽ കടവായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഡിബഞ്ചർ രൂപത്തിലായിരിക്കും പലപ്പോഴും കൊടുക്കുന്നത്. ഒരു കമ്പനിക്ക് കടവായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഡിബഞ്ചർ രൂപത്തിലും, ആ കമ്പനിയുടെ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് എന്നും, ഇനി ഒന്നിൻ്റെ വാല്യൂ കിട്ടുന്ന ഡിറൈവ് ചെയ്ത വാല്യൂ പോലെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെ ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ്, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ഫണ്ട് കൊണ്ടാണ് കമ്പനികൾ വളരുന്നത്. റിലയൻസും അദാനിയും ടാറ്റയും ബിർളയും ഒക്കെ വളരുന്നത് ഇത്തരത്തിലുള്ളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയാണ് അവർ വളരുന്നത്. ഇനി ആ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ ലോങ് ടേം ആയിട്ടുള്ള ഡെപ്റ്റ്, അതായത് ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് നമ്മൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത്. അത് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആവാം, ഡെപ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആവാം. പക്ഷേ അത് മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം ആവണം. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ആൾക്കാരുടെ സേവിങ്സ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കൂടുതൽ നേട്ടത്തിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ കയ്യിൽ കുറേ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ വെറുതെ അത് നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ ആ കാശ് 10,000 രൂപയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ 10,000 വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ അത് മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് കൂടുതൽ നേട്ടത്തിലേക്ക്. പക്ഷേ ഇതൊരു മീഡിയം ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഉപയോഗമുണ്ട്. അതുപോലെ കൂടുതൽ ക്യാപിറ്റൽ എക്കണോമിയിലേക്ക് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ കുറച്ചും കൂടെ നമ്മുടെ നാട്ടിലുള്ള കമ്പനികളിലെല്ലാം സാധാരണ ജനങ്ങൾക്കും ഓണർഷിപ്പ് വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, സൊമാറ്റോ പോലെയുള്ളൊരു സ്റ്റാർട്ടപ്പ് IPO രൂപത്തിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ ആ കമ്പനിക്ക് കുറേ മൂലധനം കിട്ടി നമ്മുടെ സാധാരണ ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് അവർക്ക് കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാം. അപ്പോൾ നാട്ടിൽ കുറേ ജോലി അവസരങ്ങൾ വരുന്നു, കുറേ പേര് അതുകൊണ്ട് ജീവിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആൾക്കാരാണ് സൊമാറ്റോയുടെ കാര്യങ്ങൾ വിൽക്കാനായിട്ട് ബൈക്കിലൊക്കെ പോകുന്നു, അല്ലേ, സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾക്ക് അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള മൂലധനം ഇങ്ങനെയാണ് ശേഖരിക്കുന്നത്. പബ്ലിക്കിൽ നിന്ന് തന്നെ കാശ് ശേഖരിച്ചിട്ടാണ് ആ നിക്ഷേപം സ്വീകരിച്ചിട്ടാണ് ഫണ്ട് അവിടെ എടുക്കുന്നത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ 2 ഭാഗത്തിൽ ഒന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഇത് എത്ര കാലമായി ഇത്തരത്തിലുള്ളൊരു ചിന്താഗതി മനുഷ്യന് ഡെവലപ്പായിട്ട് എന്നതൊട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് വന്നത്. അപ്പോൾ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു തുടക്ക കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയതാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയത് 1875 1875 അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയിട്ടപ്പം ഒരു 150 വർഷത്തോളം ആവുന്നു. അപ്പം എന്നാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് തുടങ്ങിയത് 1992 അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആദ്യം വന്നു, BSE ആദ്യം വന്നു, അതിനുശേഷം NSE വന്നു 1992. ഈ സമയത്ത് തന്നെയാണ് സെബി ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററായിട്ട് സർക്കാർ കൊണ്ടുവരുന്നത്. അപ്പോൾ സെബിക്ക് വേണ്ടി ഒരു നിയമം തന്നെ പാർലമെൻറ്റിൽ പാസ്സാക്കി, സെബി ആക്ട്. അതിനുശേഷം 1992 സെബി വരുവാണ് ഇതിൻ്റെ ഒരു റെഗുലേറ്ററായിട്ട്. പുറകെ ട്രേഡിങ് പണ്ട് പേപ്പർ രൂപത്തിലായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. ഷെയർ സർട്ടിഫിക്കറ്റ് എല്ലാം പേപ്പർ രൂപത്തിലായിരുന്നു. അതിൽ നിന്ന് അതിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റി ഒരു ഡിമാറ്റ് സിസ്റ്റമായി, അതായത് ഡീമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിൽ ആൾക്കാർക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ എല്ലാം ഡിജിറ്റൽ രൂപത്തിൽ ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ചിലപ്പോൾ അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം.
ഡിസ്കസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് ഒക്കെ ഓർത്തിരിക്കുക. 1875 ആണ് ആദ്യം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. 92 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററായി. അതിനുശേഷം 92 തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. 96 ഡെപ്പോസിറ്ററികൾ വരികയാണ്. ഡെപ്പോസിറ്ററികൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ രീതിയിലുള്ള. അപ്പം NSDL-ഉം CDSL-ഉം വരുവാണ്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡും അങ്ങനെ 2 ഡെപ്പോസിറ്ററി വരികയാണ്. ഡെപ്പോസിറ്ററികൾ എന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറകെ പറയുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഷെയറുകൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ബാങ്കുകളായിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്ററികളെ കണക്കാക്കാം. അതായത് ഷെയറുകൾ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പം സപ്പോസ് ഞാൻ ഇൻഫോസിസിൻ്റെ 10 ഷെയറും റിലയൻസിൻ്റെ 30 ഷെയറും വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വാങ്ങി എന്നുള്ളതിന് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് പേപ്പർ സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. എല്ലാം ഡിജിറ്റലായിട്ടാണ് പോകുന്നത്, ഡിമാറ്റ് രൂപത്തിലാണ്. അപ്പോൾ ഇതിനൊരു രേഖ വേണമല്ലോ. ഈ കമ്പനികളുടെ രേഖ ഉണ്ടാവാം, പക്ഷേ ഈ കമ്പനികളുടെ രേഖ അല്ലാതെ ഇതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സ്ഥലത്ത് ഇതിനൊരു തെളിവ് വേണം. കമ്പനികളിലുള്ള തെളിവ് അവർ മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ അതിനകത്തൊരു രേഖ? അപ്പോൾ അങ്ങനെയല്ല. ഈ കമ്പനിയിൽ നിന്ന് ഞാനൊരു ഷെയർ വാങ്ങിയാൽ അതിൻ്റെ ഒരു തെളിവ് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്ററിയിൽ അതിനൊരു തെളിവുണ്ടാവണം. അങ്ങനെയുള്ള ഡെപ്പോസിറ്ററികളെയും ഇന്ത്യയിൽ തുടങ്ങി. അതാണ് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നുള്ള കമ്പനിയും സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി. അങ്ങനെ 2 കമ്പനികളാണ് ഇന്ത്യയിലെ പ്രധാനമായും ഡെപ്പോസിറ്ററികളായിട്ട് പ്രവർത്തിക്കുന്നത്. അത് 96 വരികയാണ് ചെയ്യുന്നത്. പിന്നീട് 2000-ലാണ് ഈ ഡീമെറ്റീരിയലൈസേഷൻ പൂർണ്ണമായിട്ടും നടക്കുന്നത്. ഡീമെറ്റീരിയലൈസേഷൻ തുടങ്ങുന്നത് 2000-ഓടുകൂടിയാണ്. അപ്പോൾ അതോടുകൂടി ഈ ഓൺലൈനായിട്ടുള്ള ട്രേഡിങ്ങും എല്ലാം ആരംഭിക്കുകയാണ്. സ്ക്രീനിൽ നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, പേപ്പർ രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വേണ്ട. ആദ്യകാലത്ത് NSDL-ഉം CDSL-ഉം ഒക്കെ വരുമ്പോഴും അവരവിടെ പേപ്പർ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ഓൺലൈനായി ഡിമാറ്റ് രൂപത്തിലുള്ള കാര്യങ്ങളായപ്പോൾ ആ ഒരു ഡിജിറ്റൽ രൂപത്തിൽ അവർ വെക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ഇങ്ങനെ മാർക്കറ്റ് ഇവോൾവ് ചെയ്തുകൊണ്ട് വന്നപ്പം ആദ്യകാലത്തൊക്കെ ഒരു ഷെയർ വാങ്ങിക്കാനൊക്കെ ഒത്തിരി ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നു. നേരിട്ട് പോയി വാങ്ങിക്കണം. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നിങ്ങൾ ഈ ഗുരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ്. അവിടെ ആയിരുന്നു അങ്ങനത്തെ എക്സ്ചേഞ്ചുകളിൽ മാത്രമായിരുന്നു ട്രേഡിങ്. അങ്ങനെ വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്യാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റുകളൊക്കെ ഹൈ ആയിരുന്നു. പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറഞ്ഞു വന്നു. ഒരു ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ T+2 സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതായത് ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാണ് അത് സെറ്റിൽ ആവുന്നത്. ഇപ്പോൾ T+1 സെറ്റിൽമെൻറ്റിലേക്ക് മാറി. റിയൽ ടൈമായിട്ട് നമുക്കിത് നോക്കാനുള്ള സർവൈലൻസ് സിസ്റ്റമായി. ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ അവയർനെസ് ആയി. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സെബി ഒരുപാട് മെഷേഴ്സ് എടുത്തു. അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റുകളെല്ലാം ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഇപ്പം ഇനി എങ്ങനെയാണ് ഒരു ഷെയർ വാങ്ങിക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ അതിനകത്ത് കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പ്ലേയേഴ്സ്? ഇപ്പം ഞാനെന്നുള്ളൊരു വ്യക്തി എനിക്കൊരു ഷെയർ വാങ്ങിക്കണമെങ്കിൽ നേരിട്ട് എനിക്കിപ്പോൾ റിലയൻസിൻ്റെ ഒരു 10 ഷെയർ വാങ്ങിക്കണമെങ്കിൽ എനിക്ക് നേരെ പോയി റിലയൻസിൻ്റെ മുതലാളിയെ കണ്ടിട്ട് എനിക്ക് 10 ഷെയർ തരണമെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ റിലയൻസിൻ്റെ ഷെയർ ആദ്യം തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും IPO ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. IPO സമയത്ത് ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നീട് IPO ആയിട്ട് വാങ്ങിക്കാൻ അവസരമില്ല. പിന്നീട് നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആണ് ഇതിൻ്റെ വാങ്ങലും വിൽപ്പനയും നടക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നടക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ആണ് റിലയൻസിൻ്റെ ഷെയർ വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റുന്നത്. അപ്പോഴും എനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി നേരിട്ട് പോയി വാങ്ങിക്കാൻ പറ്റില്ല. അവിടെ നമുക്കൊരു ബ്രോക്കറുടെ സഹായം ആവശ്യമുണ്ട്. അപ്പം ഇപ്പോഴത്തെ പലതരത്തിലുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. സിറോദ, അപ്സ്റ്റോക്ക്, ഗ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റോക്കിംഗ് ബ്രോക്കേഴ്സ് ഉണ്ട്. അവരെ വിളിക്കുന്ന പേര് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്നാണ്. അപ്പോൾ ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് വഴിയാണ് എനിക്ക് ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളെ കണ്ടു. ഞാനെന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്ററാണ്. രണ്ടാമത് ഷെയർ വാങ്ങിക്കാൻ അടുത്തതായിട്ട് എനിക്ക് വേണ്ടത് ഒരു ബ്രോക്കറാണ്. ആ ബ്രോക്കറെ വേറൊരു പേരും വിളിക്കും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സിറോദ, അപ്സ്റ്റോക്ക്, ഗ്രോ എന്നൊക്കെ പറയുന്നത് ഈ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ്. അത് കഴിഞ്ഞ് കമ്പനി വേണം. ആ കമ്പനിയുടെ ഷെയറാണ് വാങ്ങിക്കുന്നത്. 4ാമത് വേണ്ട സാധനമാണ് അത് വാങ്ങിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേണം. അപ്പോൾ 4 കാര്യമായി. ഇനി ഇത് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കാനായിട്ട് നമുക്കൊരു ഡെപ്പോസിറ്ററി വേണം. അതാണ് 5ാമത്തെ കാര്യം. അതാണ് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡും സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡും NSDL-ഉം CDSL-ഉം. അപ്പോൾ ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു റെഗുലേറ്ററാണ് 6ാമത്തെ ആൾ, അതാണ് സെബി. അപ്പോൾ 6 കാര്യങ്ങളായി അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക്.
അതാണ് ഈ പടം. ഈ പടം ഒന്ന് നോക്കിയേ. ഈ പടത്തിൽ ഒരു ഇൻവെസ്റ്റർ, ഇപ്പം ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ സാധാരണ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ചെറുകിട നിക്ഷേപകൻ, അതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റർ. പക്ഷേ വൻകിട രീതിയിൽ വലിയ രീതിയിൽ കുറേ ഷെയർസ് ബൾക്കായിട്ട് വാങ്ങിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുമുണ്ട്, അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അവർ ഷെയർ വാങ്ങിക്കണമെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ അവരെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് വിളിക്കുന്നത്. അത് ബാങ്കുകളാവാം, ബ്രോക്കേഴ്സ് ആവാം, അത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. DP എന്ന് ചുരുക്കപ്പേര് പറയും. ഈ DP വാങ്ങിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ്. രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയാണ് സെൻസെക്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയാണ് നിഫ്റ്റി. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30 കമ്പനികളുടെ ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 കമ്പനികളുടെ ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ഇൻവെസ്റ്റർ എന്താണെന്ന് മനസ്സിലായി, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്താണെന്ന് മനസ്സിലായി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം, അപ്പോൾ സ്റ്റോക്ക് വാങ്ങിക്കുന്ന ആരുടെയാണ്? കമ്പനിയുടെ സ്റ്റോക്കാണ് വാങ്ങിയത്. അപ്പോൾ അവിടെ കമ്പനികൾ വേണം. ആ കമ്പനികളാണ് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ കമ്പനികളുണ്ട്. ഇനിയും ഈ വാങ്ങിയ കാര്യം നമ്മൾ ഡെപ്പോസിറ്ററിയെ അറിയിക്കണം. ഡെപ്പോസിറ്ററിയിൽ ഈ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തണം. പിന്നെ ഇതിൻ്റെ റെഗുലേറ്ററായിട്ട് സെബി ഉണ്ട്. അപ്പോൾ സെബി ഈ കാര്യങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇത് തമ്മിലെല്ലാം കണക്റ്റഡാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇവരുമായിട്ട് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കമ്പനികളുമായിട്ട് കണക്റ്റഡ് ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കണക്റ്റഡ് ആണ്, ഡെപ്പോസിറ്ററിയുമായിട്ട് കണക്റ്റഡ് ആണ്, സെബിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഡെപ്പോസിറ്ററിയിൽ ഇതുപോലെ തന്നെ ഇന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള എങ്ങനെയൊക്കെ ബന്ധമുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ മനസ്സിലാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഓവർവ്യൂ ക്ലാസ്സിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തടുത്ത ക്ലാസ്സിൽ പഠിക്കും. എന്നാലും ഓവർവ്യൂ ക്ലാസ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ രണ്ടായിട്ട് തിരിച്ചാൽ അവിടെ സെക്യൂരിറ്റീസ് മാർക്കറ്റുണ്ട്, നോൺ സെക്യൂരിറ്റീസ് മാർക്കറ്റുണ്ട്. നോൺ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം നോൺ സെക്യൂരിറ്റീസ് ആയിട്ട് കണക്കാക്കാം. പക്ഷേ സെക്യൂരിറ്റീസ് മാർക്കറ്റാണ് നമുക്കിവിടെ നമ്മുടെ സബ്ജക്റ്റിൽ പഠിക്കേണ്ടത്. അതുകൊണ്ട് സെക്യൂരിറ്റീസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. സെക്യൂരിറ്റീസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടും പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് പുതിയ സെക്യൂരിറ്റികൾ ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അതായത് ഒരു കമ്പനി, ഇപ്പോൾ റിലയൻസ് എന്നുള്ള കമ്പനി ആദ്യമായി ലിസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ TCS എന്നുള്ള കമ്പനി അല്ലെങ്കിൽ ഇൻഫോസിസ് എന്നുള്ള കമ്പനി ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആ കമ്പനിയുടെ ഷെയർ നേരിട്ട് അത് തുടങ്ങിയ സംരംഭൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. ആദ്യം വാങ്ങിക്കുന്നതിനാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അപ്പം ഫോളോ ഓൺ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ FPO എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ലിസ്റ്റ് ചെയ്തു, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആ കമ്പനിക്ക് വീണ്ടും ഫണ്ട് റേസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ കമ്പനിയിൽ തന്നെ നേരിട്ട് വാങ്ങിക്കുന്നതിനെയാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഷെയർ എടുത്ത ആരുടെയും കയ്യിൽ നിന്നേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന്. ഫോളോ ഓൺ പബ്ലിക് ഓഫറിന് വീണ്ടും ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങിക്കാനും ആ കമ്പനിക്ക് നേരിട്ട് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനും പറ്റുന്നതാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. അപ്പോൾ IPO എന്നുള്ള വാക്കും FPO എന്നുള്ള വാക്കും ഒന്ന് ഓർത്തിരിക്കുക. അവിടെ പുതിയ സെക്യൂരിറ്റീസ് ആണെന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇനി സെക്കൻഡറി മാർക്കറ്റിൽ എപ്പോഴും ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇത് ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ബ്ലൂ കളറിലെ ഫിഗർ ഓർക്കുക, അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക ക്യാപിറ്റൽ മാർക്കറ്റ്സിൻ്റെ കമ്പോണൻസ് എന്താണെന്ന്. ഈ കാര്യങ്ങൾ അവിടെ നിർബന്ധമായിട്ടും എഴുതണം. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള കാര്യവും നിർബന്ധമായിട്ടും എഴുതുക. ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ്. അവിടെ IPO ഇഷ്യൂ ചെയ്യാം, FPO ഇഷ്യൂ ചെയ്യാം, അതായത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഇഷ്യൂ ചെയ്യാം, റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാം, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താം. അതായത് കമ്പനീസ് ഫ്രഷ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈമറി മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. അവിടെ സെബി റെഗുലേഷൻസ് 2018 അവിടെ ആപ്ലിക്കബിൾ ആണ്. സെബിയുടെ ഏത് റെഗുലേഷനാണ്? കുറേ റെഗുലേഷൻസ് ഉണ്ട് സെബിയുടെ. പക്ഷെ നമ്മൾ ഇത് പ്രൈമറി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയുടെ ഏത് റെഗുലേഷൻ ആണെന്ന് ചോദിച്ചാൽ സെബി ഇഷ്യൂവൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് റെഗുലേഷൻസ് 2018 അത് അനുസരിച്ചിട്ടാണ് പ്രൈമറി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, സെബി
ഇഷ്യൂവൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് റെഗുലേഷൻസ് 2018. ഇതാണ് പ്രൈമറി മാർക്കറ്റ്. ഇതൊരു ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഇനി സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന് നോക്കുക. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് NSE, BSE. അത് ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി കിട്ടും. അതായത് ഈ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലിക്വിഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുക, ഇന്ന് തന്നെ വേണമെങ്കിൽ വിൽക്കാം. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് അക്കൗണ്ടിലേക്ക് കാശ് വരും. T+1 ആണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് അക്കൗണ്ടിലേക്ക് കാശ് വരും. അപ്പം വളരെ ലിക്വിഡായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയാണ്. അതിന് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ ആ ഒരു ലിക്വിഡിറ്റി തരും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനികൾ ആ ഒരു ലിക്വിഡിറ്റി തരത്തില്ല. പക്ഷേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങിക്കാനും വിൽക്കാനും വളരെ അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പുതിയ വില അവിടെ ഉണ്ടാവും. മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ചിട്ട് പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചിട്ടായിരിക്കും ഈ പ്രൈസ് ഇങ്ങനെ മാറുന്നത്. പിന്നെ സെക്കൻഡറി മാർക്കറ്റിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, അറിഞ്ഞിരുന്നാൽ മതി. അത് സ്പോട്ട് മാർക്കറ്റെന്നും ഫോർവേഡ് മാർക്കറ്റെന്നും സെക്കൻഡറി മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിക്കാം. സ്പോട്ട് മാർക്കറ്റും ഫോർവേഡ് മാർക്കറ്റും. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റ് ചെയ്യപ്പെട്ട അതൊരു മാർക്കറ്റാണ്. ആ ഒരു മാർക്കറ്റായിട്ട് കണക്കാക്കിയാൽ അതിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സ്പോട്ട് മാർക്കറ്റ്, രണ്ട് ഫോർവേഡ് മാർക്കറ്റ്. സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറിയും പേയ്മെൻറ്റും ചെയ്യാനുള്ള സൗകര്യമുള്ള തരത്തിലുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നതിനാണ് സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിക്കാനും വിൽക്കാനും പറ്റും. പേയ്മെൻറ്റ് കൊടുക്കുക, അപ്പം തന്നെ ഷെയർ വാങ്ങിക്കുക. അതാണ് സ്പോട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഫോർവേഡ് മാർക്കറ്റ് അല്ലെ ഫോർവേഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിലേക്കാണ്. സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഫോർ ഫ്യൂച്ചർ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ്. ഭാവിയിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെലിവറി തരിക എന്നുള്ളതാണ്. അതൊരു ഭാവി കണ്ട് ചെയ്യുന്നതിനെയാണ് ഫോർവേഡ് മാർക്കറ്റ് എന്നും അപ്പം തന്നെ ഉള്ളതിനെ സ്പോട്ട് എന്ന് പറയും. അപ്പോൾ സ്പോട്ടുണ്ട്, ഫോർവേഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഫോർവേഡ് മാർക്കറ്റ് ഭാവിയിലെ കാര്യം വെച്ച് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ വീണ്ടും അതിനെ തിരിക്കാൻ പറ്റും. അതിനാണ് ഫ്യൂച്ചേഴ്സ് എന്നും ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് എന്നും ഓപ്ഷൻസ് എന്ന് പറയും. ഈ ഓപ്ഷൻസ് മാർക്കറ്റിനെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് അത് ഡിറൈവ് വാല്യൂ ഫ്രം സംതിങ് എൽസ്. അതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും അത് ഫോർവേഡ് മാർക്കറ്റിൻ്റെ ഉപവിഭാഗങ്ങളാണ്. പക്ഷേ ഷോർട്ട് ആൻസർ വല്ലതും ചോദിച്ചാലേ ഉള്ളൂ. കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഒരു ഡിവിഷൻ ആലോചിക്കുക. ഫിനാൻഷ്യൽ മാർക്കറ്റ്, മണി മാർക്കറ്റെന്നും ക്യാപിറ്റൽ മാർക്കറ്റെന്ന് രണ്ടായിട്ട് തിരിക്കുക. മണി മാർക്കറ്റിൻ്റെ താഴെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ സെക്യൂരിറ്റീസ് മാർക്കറ്റെന്നും നോൺ സെക്യൂരിറ്റീസ് മാർക്കറ്റെന്നും രണ്ടായിട്ട് തിരിക്കാം. സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി മാർക്കറ്റെന്നും സെക്കൻഡറി മാർക്കറ്റെന്നും. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. സ്പോട്ട് മാർക്കറ്റെന്നും ഫോർവേഡ് മാർക്കറ്റെന്നും. ഇനി ഫോർവേഡ് മാർക്കറ്റിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റെന്നും ഓപ്ഷൻസ് മാർക്കറ്റെന്നും. ഓപ്ഷൻസ് മാർക്കറ്റിൻ്റെ വേറൊരു പേരാണ് ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി അടുത്ത കാര്യം, മൂന്നാമത്തെ ഒരു കമ്പോണൻ്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതൊരു മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെയാണ് സെക്യൂരിറ്റീസ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സെക്യൂരിറ്റീസ്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരാണ്. അവിടെയാണ് ഒരു കമ്പനിയുണ്ട്, ഒരു ഇൻവെസ്റ്ററുണ്ട്. ആ കമ്പനിയിലേക്കാണല്ലോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് പ്രൈമറി മാർക്കറ്റിൽ കൂടെയോ സെക്കൻഡറി മാർക്കറ്റിൽ കൂടെയോ. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിലുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ ഇൻവെസ്റ്റർ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതൊരു ട്രാൻസ്പെറൻസിയും ഫെയർനെസ്സും എല്ലാം ഈ ഒരു മേഖലയിൽ കൊണ്ടുവരും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE, NSE. പിന്നെ അതുപോലെ MCX എന്ന് പറഞ്ഞത് ഒരു ഗുണമുണ്ട്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അപ്പോൾ അവിടെ ഈ കമ്മോഡിറ്റീസാണ്, ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ള കമ്മോഡിറ്റീസൊക്കെ വിൽക്കുന്ന എക്സ്ചേഞ്ചാണ് MCX. അപ്പോൾ ഇതെല്ലാം BSE, NSE, MCX ഒക്കെ ഇപ്പോൾ കമ്പനികളായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇതെല്ലാം കമ്പനികളുമാണ്. ഇത് എക്സ്ചേഞ്ചുകളുമാണ്, പക്ഷേ അതേസമയം അത് കമ്പനികളുമാണ്. ഇനി റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഇതാണ് നമുക്ക് പരീക്ഷയുടെ ഒരു ലീഗൽ സെൻസിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ലോ എന്നുള്ള പേപ്പറിലെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രധാന പ്ലെയേഴ്സിന് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഒരു ഇൻവെസ്റ്റർ, നമ്മളെപ്പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പിന്നീട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ട്, ഡെപ്പോസിറ്ററികളുണ്ട്, കമ്പനികളുണ്ട്, പിന്നെ സെബി ഉണ്ട്, അല്ലേ? പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ പ്രധാന പ്ലെയേഴ്സെങ്കിൽ പിന്നെ അവിടെ ഒരു ലീഗലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്,
അതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേറ്റേഴ്സ് ആരൊക്കെയാണ്? പ്രധാന റെഗുലേറ്റർ ഞാൻ പറഞ്ഞു സെബിയാണ് പ്രധാന റെഗുലേറ്റർ. അപ്പോൾ പക്ഷേ സെബി എന്ന് പറഞ്ഞൊരു റെഗുലേറ്ററി അതോറിറ്റി വരണമെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നിയമം വേണമല്ലോ, ഒരു സ്റ്റാറ്റ്യൂട്ട് വേണം. ആ സ്റ്റാറ്റ്യൂട്ടാണ് സെബി ആക്ട് 1992. 1992 സെബി ആക്ട് വന്നതോടുകൂടിയാണ് സെബി ഒരു മാർക്കറ്റ് റെഗുലേറ്റർ ആയിട്ട് മാറുന്നത്. പിന്നെ അവിടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് വേണമെന്ന് പറഞ്ഞു, അതുപോലെ ഡെപ്പോസിറ്ററീസ് വേണമെന്ന് പറഞ്ഞു. NDSL-ഉം CDSL-ഉം ഒക്കെ വന്നല്ലോ. അപ്പോൾ ആ ഡെപ്പോസിറ്ററീസ് വരണമെങ്കിൽ അവിടെ ഡെപ്പോസിറ്ററീസ് ആക്ട് വന്നു 1996. അങ്ങനെയാണ് ഒരു ഡീമെറ്റീരിയലൈസേഷൻ എനേബിൾ ചെയ്തത്. അതായത് ഈ പേപ്പറിൽ നിന്ന് നോൺ പേപ്പർ ഫോർമാറ്റിലേക്ക് പോകാനായിട്ട്, ഡിമാറ്റ് രൂപത്തിൽ ഷെയർ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരാനായിട്ട് അവിടെ ഒരു ഡെപ്പോസിറ്ററി ആക്ട് വന്നു. അവിടെ NDSL-ഉം CDSL പോലെയുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ ആ ഡെപ്പോസിറ്ററീസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഡെപ്പോസിറ്ററി ആക്ട്, സെബിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെബി ആക്ട്. പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും പ്രധാന ആക്ട് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956 ആണ്. അതാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഒരു റെക്കഗ്നീഷൻ കൊടുക്കുന്നത്. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊക്കെ റെക്കഗ്നീഷൻ കൊടുക്കും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 വന്നു. പക്ഷേ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നീഷൻ കൊടുക്കുന്നത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956 ആണ്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെക്കഗ്നൈസ് ചെയ്തു, സെബിയെ റെക്കഗ്നൈസ് ചെയ്തു, ഡെപ്പോസിറ്ററീസിനെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അപ്പോൾ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അത് എഴുതേണ്ടത്. അല്ലെങ്കിൽ ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. സെക്യൂരിറ്റി കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956, SCRA 1956. അപ്പോൾ SCRA ആക്ട്, SCRA എന്ന് ചോദിക്കും. SCR ആക്ട് എന്നോ അല്ലെങ്കിൽ SCRA എന്നോ ചോദിച്ചാൽ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കരാറാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ അതൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, അതൊരു ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ആര് തമ്മിൽ? 3 പാർട്ടീസാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത്, അല്ലേ? ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, ഒരു കമ്പനിയുണ്ട്, നടുക്കൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഉൾപ്പെടുന്ന ഒരു കരാറാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വഴിയുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസ് എന്താണ് എന്ന് പറയുന്നുണ്ട്. കമ്പനികൾ കൊടുക്കുന്നതാണ് സെക്യൂരിറ്റീസ്, അല്ലേ? കമ്പനി ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പം അതാണ് സെക്യൂരിറ്റീസ് എന്താണെന്ന് സെക്ഷൻ 2H ഓഫ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പറയുന്നത്. 2H പറയുന്നത് സെക്യൂരിറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 9 പവർ ടു മേക്ക് റൂൾസ് ഫോർ കോൺട്രാക്ട് ഇൻ സെക്യൂരിറ്റീസ് എന്നുള്ള ആസ്പെക്റ്റാണ് സെക്ഷൻ 9 പറയുന്നത്. സെക്ഷൻ 13 പവേഴ്സ് ടു പ്രൊഹിബിറ്റ് അൺഡിസൈറബിൾ ട്രാൻസാക്ഷൻസ് ആണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അങ്ങനെയുള്ള പവറുണ്ട്. അൺഡിസൈറബിൾ ട്രാൻസാക്ഷനാണ് അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു നിയമമാണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956. ഇനി രണ്ടാമത് സെബി ആക്ട് 1992. അപ്പോൾ സെബി ആക്ടിൽ പറയുന്നത് എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, മാർക്കറ്റ് ഇൻ്റർമീഡിയറീസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, പിന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുക. അതായത് ഇന്ത്യയെ പോലൊരു രാജ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, കമ്പനികൾ കൂടുതൽ പേര്, സംരംഭകർ കൂടുതൽ പേര് വന്ന് കൂടുതൽ കമ്പനികൾ തുടങ്ങണം. അങ്ങനെ ഇവിടെ പ്രൊഡക്ഷൻ കൂടത്തുള്ളൂ, പ്രൊഡക്ഷൻ കൂടിയാലേ GDP കൂടത്തുള്ളൂ. അപ്പം അതായത് നമുക്ക് GDP കൂടണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഗ്രോത്ത് വരണം, എങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവണം, പ്രൊഡക്ഷൻ ഉണ്ടാവണം ഇവിടെ കൂടുതൽ കമ്പനികൾ വരണം, കൂടുതൽ കമ്പനികൾ വരണമെങ്കിൽ ഇവിടെ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. അപ്പോൾ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത കാശ് നഷ്ടപ്പെടത്തില്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിനായിട്ടാണ് സെബി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സെബിയുടെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, നമ്മളെപ്പോലെയുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ സംരക്ഷിക്കുക, മാർക്കറ്റിൻ്റെ ഇൻ്റർമീഡിയറികളെ റെഗുലേറ്റ് ചെയ്യുക. ഇൻ്റർമീഡിയറികളായിട്ട് ആക്ട് ചെയ്യുന്ന ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ഡിപ്പോസിറ്ററികളെയും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസുകളെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുക. അതൊക്കെ ഇതിൻ്റെ സെബിയുടെ ജോലികളാണ്. ഈ സെബിയുടെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്കറെ റെഗുലേറ്റ് ചെയ്യുക, സബ് ബ്രോക്കറെ റെഗുലേറ്റ് ചെയ്യുക, അണ്ടർ റൈറ്ററെ റെഗുലേറ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യാം, മെർച്ചൻറ്റ് ബ്രോക്കേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാം, മെർച്ചൻറ്റ് ബാങ്കേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാം. ഈ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് എന്താണെന്ന് നമ്മളിനി കാണും. പിന്നെ അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ് നടക്കരുത്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിങ് നടക്കുന്നുണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, ഫ്രോഡ് നടക്കുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, പെനാൽറ്റീസ് കൊണ്ടുവരാൻ, ബാൻ ചെയ്യാം. ഇതെല്ലാം സെബിയുടെ അധികാരങ്ങളാണ്. സെബിക്ക് ഒരുപാട് അധികാരങ്ങളുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ്, വളരെ പവർഫുള്ളാണ്.
അപ്പോൾ അതാണ് സെബി ആക്ട് 1992 വഴി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മൂന്നാമത് മനസ്സിലാക്കേണ്ട നിയമങ്ങൾ, പ്രധാനമായും 3 നിയമങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. മൂന്നാമത്തെ നിയമമാണ് ഡെപ്പോസിറ്ററീസ് ആക്ട് 1996. അപ്പോൾ അത് ഡെപ്പോസിറ്ററികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ NSDL-ഉം CDSL-ഉം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡും ഇങ്ങനെ 2 കമ്പനികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഡെപ്പോസിറ്ററിയായിട്ട്. അതായത് ഒരു സെക്യൂരിറ്റീസിൻ്റെ ഒരു ബാങ്ക് പോലെ ഈ സെക്യൂരിറ്റീസിനെ സൂക്ഷിച്ച് വെക്കുക. ഡിമാറ്റ് രൂപത്തിലോ ട്രേഡ് നടക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്ററികൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്കും അതിൻ്റെ ഡീമെറ്റീരിയലൈസ്ഡുള്ള സെക്യൂരിറ്റീസിൻ്റെ ഒരു റെഗുലേഷനുമാണ് ഈ ഡെപ്പോസിറ്ററീസ് ആക്ട് വഴി നടക്കുന്നത്. അപ്പം ഷെയർസിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ അനുവദിച്ചിരിക്കുകയാണ്. ഇലക്ട്രോണിക്കായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അധികാരം കൊടുത്തിരിക്കുകയാണ്. സ്പീഡി ആയിട്ട് റിസ്ക് ഫ്രീ ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള അധികാരവും ഈ 2 കമ്പനികളെ പ്രധാന ഡെപ്പോസിറ്ററികളാക്കിക്കൊണ്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് 3 പ്രധാന നിയമങ്ങൾ. അപ്പോൾ നമുക്ക് ഇതും ആയിട്ട് ചോദിക്കാം. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ആദ്യത്തെ നിയമം ഏതായിരുന്നു? സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്. അടുത്തത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സെബി ആക്ട് 1992. അടുത്തത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡെപ്പോസിറ്ററീസ് ആക്ട് 1996. ഇതെല്ലാം ക്വസ്റ്റനാണ്. ഇത് 3 ക്വസ്റ്റനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റീസ് പ്രധാനമായിട്ട് പഠിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇനി സെബിയുടെ ഒരു റോള് എന്താണെന്നല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാന റെഗുലേറ്റർ സെബി ആണല്ലോ. ഇതിനകത്ത് എല്ലാത്തിനകത്തും സെബി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ സെബി 1992 വരുന്നത്. എന്നാലും 92 വന്നതോടുകൂടി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യും. ഡെപ്പോസിറ്ററീസുമായിട്ടും ബന്ധമുണ്ട്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസുമായിട്ടും ബന്ധമുണ്ട്, കമ്പനീസുമായിട്ടും ബന്ധമുണ്ട്, ഇൻവെസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ടുണ്ട്, എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേജർ എൻറ്റിറ്റിയാണ് സെബി. അപ്പോൾ സെബി ആണ് ഈ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവാം, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആവാം, അവരെല്ലാം രജിസ്റ്റർ ചെയ്യുന്ന സെബിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്ക്ലോഷറിൻ്റെ റൂൾസ് എൻഫോഴ്സ് ചെയ്യാറുണ്ട്. ഇൻസൈഡർ ട്രേഡിങ് നടക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഫ്രോഡ് നടക്കാൻ പാടില്ല എന്ന് എൻഫോഴ്സ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന സെബിയാണ്. അതുപോലെ IPOയുടെ ഇഷ്യൂസ് റെഗുലേറ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുക, ഇതെല്ലാം സെബിയുടെ പരിധിയിലാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സെബിയുടെ പരിധി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നിർത്താം. ബാക്കി ക്ലാസ് പ്രീമിയം ക്ലാസ്സുകളായിട്ട് നമ്മുടെ പ്രധാന കോഴ്സിലുണ്ടാവും. അപ്പോൾ ഈ ഒരു കേസ് ലോ എന്താണെന്ന് നോക്കാം. കേസ് ലോ സെബി വേഴ്സസ് സഹാറ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ സഹാറ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയും സെബി റെഗുലേറ്ററാണ് അല്ലേ. ഇവർ തമ്മിലുള്ള ഒരു കേസാണ്. എന്താണ് ആ കേസിൻ്റെ ഇഷ്യൂ? സഹാറ എന്ന് പറയുന്ന കമ്പനി 24,000 കോടി രൂപ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ശേഖരിച്ചു. പക്ഷേ സെബിയുടെ പബ്ലിക് ഇഷ്യൂ നോംസ് അനുസരിച്ചിട്ടായിരുന്നില്ല ശേഖരിച്ചത്. അതായത് സെബി പറഞ്ഞ നോംസ് അനുസരിക്കാതെ സഹാറ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്, ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 24,000 രൂപ നിക്ഷേപമായിട്ട് എടുത്തു. അപ്പോൾ അതൊരു കേസായിട്ട് വന്നു, സുപ്രീം കോർട്ടിലെത്തി. സുപ്രീം കോർട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് സെബിയുടെ ജൂറിസ്ഡിക്ഷൻ്റെ അടിയിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സഹാറ ശേഖരിച്ച മുഴുവൻ തുകയും ഇൻട്രസ്റ്റ് ഉൾപ്പെടെ റിഫണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സെബിയുടെ റോളിനെ സ്ട്രെങ്തൻ ചെയ്ത ഒരു ജഡ്ജ്മെൻ്റാണ് 2012 വന്ന ഈ ഒരു ജഡ്ജ്മെൻറ്റ്. ഇത് പലപ്പോഴും നമുക്ക് കോട്ട് ചെയ്യണം. ഈ പേപ്പർ എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും കോട്ട് ചെയ്യേണ്ട ഒരു ജഡ്ജ്മെൻറ്റാണ് സെബി വേഴ്സസ് സഹാറ ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ അതായത് ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെബി പറഞ്ഞ നോംസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഈ പേപ്പറിൻ്റെ ഓവർവ്യൂ. ഇന്നത്തെ നമ്മൾ പ്രധാന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഓരോരോ കാര്യങ്ങളിലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പോവും. ആ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ പെയ്ഡ് കോഴ്സിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കമൻസിൽ എഴുതുക. അഡ്മിഷൻസ് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഈ കോഴ്സിലേക്ക് പെയ്ഡ് കോഴ്സിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ വേണമെങ്കിലും ആ കോഴ്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് ആക്സസും കിട്ടും. സോ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ.